വഖഫ് ബില്ല് ഇന്ന് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത് ബി.ജെ.പിയെ പിന്തുണയ്ക്കാൻ ഘടകകക്ഷികൾ രംഗത്തെത്തുമോ എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ അതിലായിരുന്നു. ബി.ജെ.പിക്ക് ഘടകകക്ഷികളുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് JDU ആണ്. നിതീഷ് കുമാറിന്റെ പിന്തുണ ബി.ജെ.പിക്ക് ഉണ്ടാകില്ല എന്നുള്ളൊരു സാഹചര്യം പ്രതിപക്ഷം വിലയിരുത്തിയിരുന്നു. കാരണം ബീഹാറിൽ വലിയ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വഖഫ് ബില്ലിനെ പിന്തുണച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. 17% മുസ്ലിങ്ങളുള്ള ബീഹാറിൽ വലിയ രീതിയിൽ അത് വലിയ ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ആ വിലയിരുത്തലുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴിതാ നിതീഷ് കുമാർ പരസ്യമായി നെഞ്ചുവിരിച്ചുകൊണ്ട് ബി.ജെ.പിയെ, നരേന്ദ്രമോദിയെ വഖഫ് ബില്ലിൽ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. നിതീഷ് കുമാർ വഖഫ് ബില്ലിനെ പിന്തുണച്ച് രംഗത്തെത്തിയതോടുകൂടി അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം വരെ ഈ കാര്യത്തിൽ രഹസ്യമായി ബി.ജെ.പിയെ പിന്തുണച്ചു പോകുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൗനം പാലിച്ചു പോകുന്ന JDUവും നിതീഷ് കുമാറും ഇപ്പോൾ പരസ്യമായി ബി.ജെ.പിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ബി.ജെ.പിക്ക് സന്തോഷ വാർത്ത ലഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായിട്ടുള്ള JDU ഈ ബില്ലിന് നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബില്ലിനെ പിന്തുണയ്ക്കുന്നതായി പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ധാ ആണ് അറിയിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിലൂടെ JDUവിന്റെ 12 എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. വഖഫ് ബില്ല് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും, പലരും പല പാർട്ടികളുടെയും സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സഞ്ജയ് ധാ പറഞ്ഞു. വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം കളിക്കില്ല. ഞങ്ങളുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാരുമായി ഉന്നയിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ 12 എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന യാതൊരുവിധ പ്രശ്നമില്ലെന്നും വഖഫ് സ്വത്തുക്കൾ അത് സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വഖഫ് ഭേദഗതി ബില്ലിൽ പറയുന്നുണ്ടെന്നും സഞ്ജയ് ധാ പറഞ്ഞു. മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനല്ല ഇത്, അവരുടെ സ്വത്ത് അവരുടേതായി തന്നെ തുടരും. പാവപ്പെട്ട മുസ്ലിങ്ങളുടെ താല്പര്യാർത്ഥമായിരിക്കും ഈ വഖഫ് ബില്ല് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് അജിത് പവാറാണ്. അജിത് പവാർ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ല. രാജ്യസഭയിൽ അജിത് പവാറിൻ്റെ 3 എംപിമാരും വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. എന്നാൽ അങ്ങനെയുമല്ല സംഭവങ്ങൾ. അജിത് പവാറും വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബി.ജെ.പിക്ക്, NDAക്ക് വഖഫ് ബില്ലിൽ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളുമില്ല എന്ന് പ്രതിപക്ഷത്തിന് ഇപ്പോൾ കൃത്യമായി ബോധ്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.